നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. റാങ്ക് ഫയൽ കംപ്ലീറ്റിംഗ് ചലഞ്ചിന്റെ ഡേ 34 ആണ് ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഭൗതിക ശാസ്ത്രം ഫിസിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകൾ താപം, മർദ്ദം, ചലനം. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, കേട്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത ടോപ്പിക്ക് താപമാണ്, ഹീറ്റ്. അപ്പോൾ ഹീറ്റിനെ പറ്റി എന്തൊക്കെ പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപം. അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപം എന്ന് പറയുന്നത്. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ് താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയത്. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. താപം അളക്കുന്ന യൂണിറ്റുകൾ ഏതെല്ലാമാണ്? ജൂളും കലോറിയുമാണ് താപം അളക്കുന്ന യൂണിറ്റുകൾ. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ ആണ്. 4.2 ജൂൾ ആണ്. 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിന്റെ അളവ് 1 കലോറി. അപ്പോൾ 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിന്റെ അളവിനെയാണ് 1 കലോറി എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവ് ഊഷ്മാവ് അല്ലെങ്കിൽ താപനില. അപ്പോൾ താപവും താപനിലയും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോണം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവ് താപവും ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജം, ഇവിടെ ശരാശരി എന്നൊരു വാക്ക് വരുന്നുണ്ട്, അതാണ് ഊഷ്മാവ് അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ്. ഒരു വസ്തുവിന്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവ്, ടെമ്പറേച്ചറിനെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ് എന്ന് പറയുന്നത്. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. താഴ്ന്ന ഊഷ്മാവാണ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ വസ്തുവിന്റെ താപനില എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അപ്പോൾ ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ താപനിലയും വർദ്ധിക്കുന്നു. താപനില കുറയുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജം കുറയുന്നു. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതെല്ലാമാണ്? ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. അപ്പോൾ ഊഷ്മാവ്, ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉന്നത റാങ്ക് നിങ്ങൾക്ക് നേടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ബാച്ച് കോഴ്സുകളാണ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിൽ ജൂലൈ 15 അൺഅക്കാഡമിയിൽ ഒരു 75 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര്. ഇതിൽ നമ്മുടെ LGS മെയിൻസിന്റെ സിലബസ് ഫുള്ളായിട്ട് തന്നെ എഡ്യൂക്കേറ്റേഴ്സ് കവർ ചെയ്ത് തരുന്നതാണ്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആവാത്തവർക്ക് കൂടി 60 ഡേയ്സ് ബാച്ച് കോഴ്സ്, ദൗത്യം എന്ന പേരിൽ ബാച്ച് കോഴ്സ് ജൂലൈ 14 സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ഒരു പദാർത്ഥത്തിന്റെ ഊഷ്മാവ് കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ ആണ്. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറി. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ആണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട് ആണ്. അപ്പോൾ ഇവിടെ 3 ചോദ്യങ്ങളുണ്ട്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഗലീലിയോ. മെർക്കുറി തെർമോമീറ്റർ ഫാരൻഹീറ്റ്. ക്ലിനിക്കൽ തെർമോമീറ്റർ സർ തോമസ് ആൽബർട്ട്. ഐസ് ഉരുകുന്ന ഊഷ്മാവ് 0 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റ് പറയുകയാണെങ്കിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ജലം ഐസാകുന്ന താപനില
0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഐസ് ഉരുകുന്ന ഊഷ്മാവും ജലം ഐസാകുന്ന താപനിലയും 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്, 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇനി ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് ചോദിച്ചാലോ 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി എന്ന് പറയുമ്പം 212 ഡിഗ്രി ഫാരൻഹീറ്റ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ്. സാധാരണ ശരീര ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 310 കെൽവിൻ. അപ്പോൾ സാധാരണ ശരീര ഊഷ്മാവ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഫാരൻഹീറ്റിലാണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, കെൽവിനിലാണെങ്കിൽ 310 കെൽവിൻ ആണെന്ന് ഓർക്കുക. ഇനി സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. ആൻഡേഴ്സ് സെൽഷ്യസ് ആണ് സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കണക്ഷൻ ഇവിടെ പറയാം. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്ന് പറഞ്ഞു. അത് എത്ര കെൽവിൻ ആണ്? 273 കെൽവിൻ ആണ്. 273 കെൽവിൻ. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് 373 കെൽവിൻ ആണ്. ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കും. സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -40 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25. 574.25 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിലും അതുപോലെ കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25 ആണ്. സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരിക്കലും ഒരേ മൂല്യം ഊഷ്മാവ് കാണിക്കില്ല. അപ്പോൾ സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും ഒരേ മൂല്യം ഊഷ്മാവ് കാണിക്കാറില്ല. ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് മാറ്റാൻ സെൽഷ്യസ് ഇസ് ഈക്വൽ ടു F-32 ഇൻറ്റു 5/9. F-32 ഇൻറ്റു 5/9. സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു C ഇൻറ്റു 9/5 പ്ലസ് 32. C ഇൻറ്റു 9/5 പ്ലസ് 32. ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണവും നമുക്ക് ചെയ്യാം. C ഈക്വൽ ടു F-32 ഇൻറ്റു 5/9 എന്ന ഒരു ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് Fയിലേക്കും ആക്കാം Cയിലേക്കും ആക്കാം. അത് പഠിച്ചാൽ മതി, പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലാക്കാൻ വേണ്ടിയിട്ട് കെൽവിൻ എന്ന് പറയുന്ന സെൽഷ്യസിന്റെ കൂടെ 273.15 ചേർത്താൽ മതി. അപ്പം C പ്ലസ് 273.15 ആണ് കെൽവിൻ എന്ന് പറയുന്നത്. തിരിച്ച് ആ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കെൽവിനെ സെൽഷ്യസ് ആക്കാനും പറ്റും. സെൽഷ്യസ് എന്ന് പറയുന്നത് കെൽവിൻ -273.15 ആണ്. അപ്പം നമുക്ക് മൊത്തത്തിൽ ഇതിനെ ഇക്വേറ്റ് ചെയ്ത് എങ്ങനെ പറയാം? C/5 ഈസ് ഈക്വൽ ടു F-32/9 ഈക്വൽ ടു K-273/5 എന്നൊരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. ഇമ്പോർട്ടൻ്റ് ആണ്. കെൽവിൻ സ്കെയിലിൽ എന്ത് ചെയ്യുന്നില്ല? നെഗറ്റീവ് താപനില രേഖപ്പെടുത്തുന്നില്ല. ഇനി അബ്സല്യൂട്ട് 0 എന്താണ്? കേവല 0. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവിനെയാണ് അബ്സല്യൂട്ട് 0 അഥവാ കേവല 0 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായിട്ട് നിലയ്ക്കുന്ന ഊഷ്മാവാണ് അബ്സല്യൂട്ട് 0, കേവല 0. കേവല 0 എന്നാൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. -273.15 ഡിഗ്രി സെൽഷ്യസ്, അത് 0 കെൽവിൻ ആണ്. സൂര്യന്റെ താപനില ഉപരിതല താപനില എത്ര? സൂര്യന്റെ ഉപരിതല താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5500 ഡിഗ്രി സെൽഷ്യസ്. 5778 കെൽവിനും കൂടിയാണ്. 5778 കെൽവിൻ. സൂര്യന്റെ താപനില അറിയുവാനുള്ള ഉപകരണമാണ് ഹീലിയോ പൈറോമീറ്റർ. ഹീലിയോ പൈറോമീറ്റർ. അടുത്തിടെ സൂര്യനേക്കാൾ 6 മടങ്ങ് ചൂടുള്ള കൃത്രിമ സൂര്യനെ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ചൈന. ചൈനയാണ് അടുത്തിടെ സൂര്യനേക്കാൾ 6 മടങ്ങ് ചൂടുള്ള കൃത്രിമ സൂര്യനെ വികസിപ്പിച്ച രാജ്യം. നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് അവയുടെ താപനിലയെയാണ്. നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത്. താപം കടത്തിവിടുന്ന വസ്തുക്കൾ ആണ് താപചാലകങ്ങൾ. താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് കുചാലകങ്ങൾ അഥവാ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് താപമോചക പ്രവർത്തനം. താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനമാണ് താപശോഷക പ്രവർത്തനം. അപ്പൊ താപം പുറത്തുവിടുന്നത്, റിലീസ് ചെയ്യുന്നത് താപമോചക പ്രവർത്തനമാണ്, എക്സോതെർമിക് റിയാക്ഷൻ. താപം ആഗിരണം ചെയ്യുന്നത് എൻഡോതെർമിക് ആണ്, താപശോഷക പ്രവർത്തനം എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? കറുപ്പാണ്. ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? വെള്ളയാണ്. വെള്ള. അപ്പോൾ അത് ഏറ്റവും കുറച്ചാണ് താപം ആഗിരണം ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ കറുപ്പാണ്. ഇനി താപപ്രസരണം നടക്കുന്ന 3 രീതികൾ, അതായത്
ഹീറ്റിന്റെ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത് എത്ര രീതികളിലൂടെയാണ്? 3 രീതികളിലൂടെയാണ്. ഒന്ന് കണ്ടക്ഷൻ, രണ്ടാമത്തെ കൺവെക്ഷൻ, മൂന്നാമത്തേത് റേഡിയേഷൻ. കണ്ടക്ഷന്റെ മലയാളം എന്താണ്? ചാലനം. കൺവെക്ഷന്റെ മലയാളം എന്താണ്? സംവഹനം. റേഡിയേഷൻ വികിരണം. അപ്പൊ ചാലനം, സംവഹനം, വികിരണം. തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം. അപ്പൊ തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം, കമ്പനം എന്ന് വെച്ചാൽ വൈബ്രേഷൻ മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം എന്ന് പറയുന്നത്. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന രീതി ചാലനമാണ്. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന രീതി ഏതാണ്? ചാലനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. അപ്പൊ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രസരണ രീതിയാണ് സംവഹനം. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമാകുന്ന താപപ്രസരണ രീതി ഏത് തന്നെയാണ്? സംവഹനമാണ്. അപ്പൊ സംവഹനമാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രസരണ രീതി. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമാകുന്ന താപപ്രസരണ രീതി സംവഹനമാണ്. ഒരു മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം. അപ്പോൾ ഒരു മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രസരിക്കുന്ന രീതി ഏതാണ്? റേഡിയേഷൻ, വികിരണമാണ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതിയും ഏത് തന്നെയാണ്? വികിരണം തന്നെയാണ്. അപ്പൊ സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. കത്തുന്ന ബൾബിന്റെ താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നതിന് കാരണവും വികിരണമാണ്. റേഡിയേഷൻ കാരണമാണ് കത്തുന്ന ബൾബിന്റെ താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത്. ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസത്തെ താപീയ വികാസം എന്നാണ് പറയുന്നത്. എക്സ്പാൻഷൻ ഓഫ് ഹീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസമാണ് താപീയ വികാസം. പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു. തണുപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു, സങ്കോചിക്കുന്നു. ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണെന്ന് ഓർക്കുക. ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണ്. ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഖരപദാർത്ഥങ്ങളാണ്. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകങ്ങൾ ഖരപദാർത്ഥങ്ങളെക്കാൾ കൂടുതൽ വികസിക്കുന്നു. പദാർത്ഥങ്ങളുടെ താപീയ വികാസം പരിഗണിച്ചിട്ടുള്ള വിവിധ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പദാർത്ഥങ്ങളുടെ താപീയ വികാസം, എക്സ്പാൻഷൻ ഓഫ് ഹീറ്റ് പരിഗണിച്ചിട്ടുള്ള വിവിധ സന്ദർഭങ്ങൾ. ഒന്ന്, റെയിൽ പാളങ്ങൾക്കിടയിൽ വിടവിട്ടിരിക്കുന്നത്. കാളവണ്ടി ചക്രത്തിന് ഇരുമ്പ് പട്ട അടിച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് പാലങ്ങൾക്ക് വിടവിട്ടിരിക്കുന്നത്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ വിടവിടുന്നത്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് അടിക്കുമ്പോഴത്തേക്കും ഇത് വികസിക്കും. അപ്പോൾ വിട വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഈ ക്രാക്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അടുത്തത് ജലത്തിന്റെ അസാധാരണ വികാസമാണ്. അനോമിലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ താപനിലയിലുള്ള ജലം തണുപ്പിക്കുമ്പോൾ മറ്റ് പദാർത്ഥങ്ങളെ പോലെ തന്നെ സങ്കോചിക്കുന്നു. എന്നാൽ 4 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ സങ്കോചിക്കുന്നതിന് പകരം ജലം വികസിക്കാനാണ് തുടങ്ങുന്നത്. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 0 ഡിഗ്രിയിലേക്ക് തണുപ്പിക്കുമ്പോൾ ജലത്തിന്റെ വ്യാപ്തം കൂടുന്നു. 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 0 ഡിഗ്രിയിലേക്ക് തണുപ്പിക്കുമ്പോൾ ജലത്തിന്റെ വ്യാപ്തം കൂടുന്നു. മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് 4 ഡിഗ്രി സെൽഷ്യസിനും 0 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ജലത്തിനുണ്ടാകുന്ന ഈ പ്രതിഭാസത്തെയാണ് ജലത്തിന്റെ അസാധാരണ വികാസം, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും ഏറ്റവും കൂടിയ സാന്ദ്രതയുമുള്ള താപനില 4 ഡിഗ്രി സെൽഷ്യസ്. PSC ചോദിക്കാറുള്ള ചോദ്യമാണ്. PSC ചോദിക്കുന്നത് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള താപനില ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ താപനിലയിലാണ് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം എന്നുകൂടി ഓർക്കുക. ജലത്തെ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കുമ്പോൾ അതിന്റെ വ്യാപ്തം എന്ത് ചെയ്യും? ആദ്യം കുറയും, പിന്നെ കൂടും. അപ്പൊ ജലത്തെ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 10 ഡിഗ്രിയിലേക്ക് ചൂടാക്കുമ്പോൾ അതിന്റെ വ്യാപ്തം ആദ്യം കുറയുകയാണ് ചെയ്യുന്നത്, പിന്നെയാണ് കൂടുന്നത്. ഓക്കെ, അടുത്തത് വിശിഷ്ട താപധാരിതയാണ്. വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപമാണ് താപധാരിത. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപം താപധാരിത. 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപനിലയാണ് വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. 1 കിലോഗ്രാം ഒരു സ്പെസിഫിക് മാസ് അവിടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലാണ് വിശിഷ്ട താപധാരിത.
അപ്പോൾ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? ജലമാണ്. ജലത്തിലാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതൽ, 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇതിന്റെ യൂണിറ്റും കൂടി ഒന്ന് ഓർക്കുക. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് ജലത്തിൻ്റെത്. 15 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലത്തിന്റെ വിശിഷ്ട താപധാരിത 1 കലോറി പെർ ഗ്രാം സെൽഷ്യസ്. 1 കലോറി പെർ ഗ്രാം സെൽഷ്യസ്. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം അഥവാ മെൽറ്റിംഗ് പോയിന്റ്. ദ്രവീകരിക്കുക, മെൽറ്റ് ചെയ്യുക. അപ്പൊ സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു സോളിഡ് സബ്സ്റ്റൻസ്, ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം അഥവാ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണ് തിളനില, ബോയിലിംഗ് പോയിന്റ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്. മർദ്ദം കൂടുമ്പോൾ ദ്രാവകത്തിന്റെ തിളനില കൂടുന്നു. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഉദാഹരണം കർപ്പൂരം, നാഫ്തലിൻ ഇതൊക്കെ ചൂടാക്കുമ്പോൾ നേരിട്ടാണ് വാതകത്തിലേക്ക് മാറുന്നത്. അടുത്ത പോയിന്റ് അതിചാലകത, സൂപ്പർ കണ്ടക്ടിവിറ്റി. വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതായി തീരുന്ന പ്രതിഭാസമാണ് അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പോൾ വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം, ആ റെസിസ്റ്റൻസ് പൂർണ്ണമായും ഇല്ലാതായി തീർന്ന എന്താണ്? ഭയങ്കര കണ്ടക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കണ്ടക്ടിവിറ്റിയാണ് എന്ത്? അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ അതിചാലകത കണ്ടെത്തിയത് ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. കാമർലിംഗ് ഓൺസ് ആണ്. കാമർലിംഗ് ഓൺസ് ആണ് 1911 അതിചാലകത കണ്ടെത്തിയത്. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില 4.2 കെൽവിൻ. 4.2 കെൽവിനിൽ മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കാറുണ്ട്. അതിചാലകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിദ്ധാന്തമാണ് BCS സിദ്ധാന്തം. BCS സിദ്ധാന്തമാണ് അതിചാലകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിദ്ധാന്തം. ഒരു ചാലകത്തിന്റെ പ്രതിരോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന താപനില ക്രിട്ടിക്കൽ താപനിലയാണ്. ഒരു ചാലകത്തിന്റെ പ്രതിരോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന താപനില. ഇനി അതിദ്രവ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ ഫ്ലൂയിഡിറ്റി. അതായത് വളരെ താഴ്ന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ ഭൂഗുരുത്വ ബലത്തിനെതിരായി സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് അതിദ്രവ്യത്വം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി. ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന താപനിലയാണ് ലാംഡ പോയിന്റ്. ലാംഡ പോയിന്റിലാണ് ഒരു ദ്രാവകം അതിദ്രാവകമായിട്ട് മാറുന്നത്. അടുത്തത് ലീനതാപമാണ്, ലേറ്റന്റ് ഹീറ്റ്. ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപമാണ് ലീനതാപം. ലീനതാപം. നീരാവിക്ക് തിളച്ച ജലത്തേക്കാൾ ലീനതാപം കൂടുതലാണ്. ഇതിനാലാണ് തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നത്. അപ്പൊ ലീനതാപം നീരാവിക്കാണ് തിളച്ച ജലത്തേക്കാൾ കൂടുതൽ. ദ്രവീകരണം നടക്കുമ്പോൾ സ്വീകരിക്കുന്ന ലീനതാപമാണ് ദ്രവീകരണ ലീനതാപം. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിന്റെ ദ്രവീകരണ ലീനതാപം 80 കിലോ കലോറി പെർ കെൽവിൻ ആണ്. കിലോ കലോറി പെർ കിലോഗ്രാം ആണ്. കിലോ കലോറി പെർ കിലോഗ്രാം. ദ്രാവകം തിളച്ച് ബാഷ്പമാകുന്നതിന് സ്വീകരിക്കുന്ന ലീനതാപം ബാഷ്പീകരണ ലീനതാപമാണ്. ദ്രാവകം തിളച്ച് ബാഷ്പമാകുന്നതിന് സ്വീകരിക്കുന്ന ലീനതാപം. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം 540 കിലോ കലോറി പെർ കിലോഗ്രാം ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? 540 കിലോ കലോറി പെർ കിലോഗ്രാം. റെഫ്രിജറേറ്ററിന്റെ പ്രവർത്തന തത്വം ബാഷ്പീകരണമാണെന്ന് ഓർക്കുക. റെഫ്രിജറേറ്ററിന്റെ പ്രവർത്തന തത്വം എന്താണ്? ബാഷ്പീകരണമാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് താപത്തെ പറ്റി പഠിക്കാനുള്ളത്. അടുത്ത് നോക്കാൻ പോകുന്നത് മർദ്ദമാണ്, പ്രഷർ. അടുത്ത ടോപ്പിക്ക് മർദ്ദമാണ്. സ്പർശന തലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് വ്യാപക മർദ്ദം.
ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പർശന തലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് വ്യാപക മർദ്ദം അഥവാ ത്രസ്റ്റ്. യൂണിറ്റ് വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദമാണ് മർദ്ദം. അപ്പോൾ യൂണിറ്റ് വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദമാണ് പ്രഷർ. അപ്പോൾ മർദ്ദം എങ്ങനെ കണ്ടുപിടിക്കാം? വ്യാപക മർദ്ദം ഡിവൈഡഡ് ബൈ പ്രതല വിസ്തീർണം. വ്യാപക മർദ്ദം അതായത് ത്രസ്റ്റ് ബൈ ഏരിയയാണ് മർദ്ദം എന്ന് പറയുന്നത്. മർദ്ദത്തിന്റെ യൂണിറ്റ് 2 യൂണിറ്റ് ഉണ്ട്, പാസ്കലും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർത്തിരിക്കുക. ത്രസ്റ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അങ്ങനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പ്രഷറിന്റെ ഒരു യൂണിറ്റ് ആണ്, പാസ്കലും യൂണിറ്റ് ആണ്. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ കണ്ടെത്തിയത് ടോറിസെല്ലി ആണ്. മെർക്കുറി ബാരോമീറ്റർ കണ്ടെത്തിയത് ടോറിസെല്ലി ആണ്. അപ്പോൾ അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ടോറിസെല്ലിയാണ്. മെർക്കുറി ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി. ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൊടുങ്കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കൊടുങ്കാറ്റിനെയാണ്. ബാരോമീറ്ററിലെ ഉയർച്ച സൂചിപ്പിക്കുന്നത് പ്രസന്നമായ കാലാവസ്ഥയെയാണ്. പ്രസന്നമായ കാലാവസ്ഥയെ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള മറ്റ് ഉപകരണങ്ങൾ എന്തെല്ലാം? രസബാരോമീറ്റർ, മെർക്കുറി ബാരോമീറ്റർ ആണ് രസബാരോമീറ്റർ എന്ന് പറയുന്നത്. അനിറോയിഡ് ബാരോമീറ്റർ, ഫോർട്ടീൻസ് ബാരോമീറ്റർ. ഏതൊക്കെയാണ്? രസബാരോമീറ്റർ, മെർക്കുറി ബാരോമീറ്റർ, അനിറോയിഡ് ബാരോമീറ്റർ, ഫോർട്ടീൻസ് ബാരോമീറ്റർ എന്നിവയാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള മറ്റ് ഉപകരണങ്ങൾ. പ്രഷർ കുക്കറിൽ പാചകം കൂടുതൽ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം എന്താണ്? ഉയർന്ന മർദ്ദം ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന മർദ്ദം ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിനാലാണ്. അടുത്തത്, മർദ്ദം കൂടുമ്പോൾ ഐസിന്റെ ദ്രവണാങ്കം കുറയുകയും മർദ്ദം കുറയുമ്പോൾ ഐസിന്റെ ദ്രവണാങ്കം കൂടുകയും ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? പുനർഹിമായനം അഥവാ റീജലേഷൻ എന്ന് പറയുന്നത്. പുനർഹിമായനം അഥവാ റീജലേഷൻ എന്ന് പറയുന്നത് എന്താണ്? മർദ്ദം കൂടുമ്പോൾ ഐസിന്റെ ദ്രവണാങ്കം കുറയുകയും മർദ്ദം കുറയുമ്പോൾ ഐസിന്റെ ദ്രവണാങ്കം കൂടുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസമാണ് പുനർഹിമായനം. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസം പുനർഹിമായനമാണ്. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസമാണ് പുനർഹിമായനം. ഇനി നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിന്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും. ഇതാണ് പാസ്കൽസ് ലോ. പാസ്കൽ നിയമം എന്ന് പറയുന്നത് എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിന്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും. ഇതാണ് പാസ്കൽ നിയമം. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന നിയമമാണ് പാസ്കൽ നിയമം. ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വവും പാസ്കൽ നിയമം തന്നെയാണ്. അപ്പോൾ ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതും ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വം, ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വം ഏത് തന്നെയാണ്? പാസ്കൽ നിയമം തന്നെയാണ്. അടുത്തത് ഡെൻസിറ്റിയെ പറ്റിയാണ് പറയുന്നത്. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിന്റെ പിണ്ഡത്തെയാണ് ഡെൻസിറ്റി അഥവാ സാന്ദ്രത, അതായത് മാസ് ബൈ വോളിയം. പിണ്ഡം ബൈ വ്യാപ്തം, മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിന്റെ പിണ്ഡം, മാസ് ബൈ വോളിയം, പിണ്ഡം ബൈ വ്യാപ്തമാണ് സാന്ദ്രത. ജലത്തിന്റെ സാന്ദ്രത എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ സാന്ദ്രതയുടെ യൂണിറ്റ് മാസ് ബൈ വോളിയം അല്ലേ? അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ജലത്തിന്റെ സാന്ദ്രത എന്താണ്? 1000. ജലത്തിന്റെ സാന്ദ്രത എന്താണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. കടൽ ജലത്തിൽ ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താൻ കഴിയുന്നതിന് കാരണം എന്താണ്? കടൽ ജലത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ്. ഒരു ബീക്കറിലെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഐസ് ഉരുകുമ്പോൾ ബീക്കറിലെ ജലത്തിന്റെ അളവ് മാറ്റമില്ലാതെ തുടരുന്നു. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു ബീക്കറിലെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഐസ് ഉരുകുമ്പോൾ ബീക്കറിലെ ജലത്തിന്റെ അളവ് മാറ്റമില്ലാതെ തുടരുന്നു. ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി വസ്തുവിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിന്റെ സാന്ദ്രത. അപ്പം ജലത്തിന്റെ സാന്ദ്രതയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു വസ്തുവിന്റെ സാന്ദ്രത പറയുമ്പോൾ അതിനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നദിയിൽ നിന്നും
നിന്നും കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ അല്പം ഉയരുന്നതിന് കാരണം സമുദ്രജലത്തിന് നദീജലത്തെ അപേക്ഷിച്ച് സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ് നദിയിൽ നിന്നും കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ അല്പം ഉയരുന്നതിന് കാരണം എന്ന് ഓർക്കുക. ജലത്തിന് മുകളിൽ പെട്രോൾ പറക്കുന്നതിന് കാരണം എന്താണ്? പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട്. കുറവായതുകൊണ്ടാണ് ജലത്തിന് മുകളിൽ പെട്രോൾ പറക്കുന്നത്. ഇരുമ്പാണി ജലത്തിൽ താണു പോകുന്നു, എന്നാൽ മെർക്കുറിയിൽ പൊങ്ങിക്കിടക്കുന്നു. കാരണം ഇരുമ്പിന്റെ സാന്ദ്രത മെർക്കുറിയേക്കാൾ കുറവും ജലത്തേക്കാൾ കൂടുതലുമായതുകൊണ്ടാണ് ജലത്തിൽ താഴ്ന്നു പോകുന്നതും മെർക്കുറിയിൽ പൊങ്ങിക്കിടക്കുന്നതും. ഇരുമ്പാണി. മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാൽ മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഐസ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു, എന്നാൽ ആൽക്കഹോളിൽ താന്നു പോകുന്നതിന് കാരണം എന്താണ്? ഐസിന്റെ സാന്ദ്രത ജലത്തേക്കാൾ കുറവായതുകൊണ്ടാണ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ആൽക്കഹോളിൽ താഴ്ന്നു പോകുന്നത് ആൽക്കഹോളിനേക്കാൾ ഐസിന് സാന്ദ്രത കൂടുതലുമാണ്. ഓക്കെ, അടുത്തത് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷ വായുവിലെ നീരാവിയുടെ അളവിനെയാണ് ആർദ്രത, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിലെ നീരാവിയുടെ അളവ്. അന്തരീക്ഷ വായുവിൽ യഥാർത്ഥത്തിൽ ഉള്ള ജലബാഷ്പത്തിന്റെ അളവും അന്തരീക്ഷം പൂരിതമാകാൻ ആവശ്യമായ ജലബാഷ്പത്തിന്റെ അളവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ആർദ്രത. അന്തരീക്ഷ വായുവിൽ യഥാർത്ഥത്തിലുള്ള ജലബാഷ്പത്തിന്റെ അളവും അന്തരീക്ഷം പൂരിതമാകാൻ ആവശ്യമായ ജലബാഷ്പത്തിന്റെ അളവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ആർദ്രത. ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ആപേക്ഷിക ആർദ്രതയുടെ ഏറ്റവും കൂടിയ മൂല്യമാണ് 1 അന്തരീക്ഷത്തിലെ താപം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആപേക്ഷിക ആർദ്രതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ജലത്തിന്റെ അംശം താപം വർദ്ധിക്കുന്നതനുസരിച്ച് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി മോഷനാണ്, ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് ചലനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിനെ അപേക്ഷിച്ചിട്ട് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ് ആണ്. ബലം ഉപയോഗിക്കുന്ന ദിശയിലാണ് ചലനം സംഭവിക്കുന്നത്. ഒരു വസ്തുവിന്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം എന്താണ്? ചലനം ആപേക്ഷികമാണ്. ചലനം റിലേറ്റീവ് ആയതുകൊണ്ടാണ് ഒരു വസ്തുവിന്റെ ചലനം മറ്റൊരു വസ്തുവിനെ താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. ഒരു വസ്തു ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് പ്രസ്താവിക്കാൻ ആധാരമാക്കുന്ന വസ്തുവിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അവലംബക വസ്തു. ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥ, മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം, സ്റ്റാറ്റിക് പൊസിഷനിലാണെന്ന് പറയാം. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ് ആണ്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം എന്താണ്? സ്റ്റാറ്റിക്സ്. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം സമചലനം, യൂണിഫോം മോഷൻ എന്നാണ് പറയുന്നത്. തുല്യ സമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ചലനം അസമചലനം, നോൺ യൂണിഫോം മോഷൻ. വൃത്തപാതയിൽ കൂടിയുള്ള ചലനം വർത്തുള ചലനം, സർക്കുലാർ മോഷൻ. ഒരു കല്ലിൽ ചരട് കെട്ടിക്കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വർത്തുള ചലനമാണ്. അപ്പോൾ വൃത്തപാതയിൽ കൂടിയുള്ള ചലനം വർത്തുള ചലനം, സർക്കുലാർ മോഷൻ. ഒരു കല്ലിൽ ചരട് കെട്ടിക്കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വർത്തുള ചലനം. ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനമാണ് പീരിയോഡിക് മോഷൻ, ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിയുടെ ഭ്രമണം, ക്ലോക്കിന്റെ, പെൻഡുലത്തിന്റെ ചലനം എല്ലാം പീരിയോഡിക് മോഷനാണ്. അതായത് ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനമാണ് പീരിയോഡിക് മോഷൻ. ഭൂമിയുടെ ഭ്രമണം, ക്ലോക്കിന്റെ, പെൻഡുലത്തിന്റെ ചലനം എല്ലാം ക്രമാവർത്തന ചലനമാണെന്ന് ഓർക്കുക. നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനമാണ് നേർരേഖാ ചലനം. നേർരേഖാ ചലനത്തിന് ഉദാഹരണം ഞെട്ടറ്റു വീഴുന്ന മാമ്പഴം എന്ന് പറയുന്ന നേർരേഖ. ഇംഗ്ലീഷ് എന്താ? ലീനിയർ മോഷൻ, അതായത് ഒരു രേഖയിൽ കൂടിയുള്ളത്. ഞെട്ടറ്റു വീഴുന്ന മാമ്പഴം, ലിഫ്റ്റിന്റെ ചലനം എല്ലാം എന്താണ്? നേർരേഖാ ചലനമാണ്. വസ്തുക്കളുടെ വക്രരേഖയിലൂടെയുള്ള ചലനമാണ് വക്രരേഖാ ചലനം.
ദൂരേക്കെറിയുന്ന കല്ലിന്റെ പതനം ഏത് തരം ചലനമാണ്? വക്രരേഖാ ചലനമാണ്. ദൂരേക്കെറിയുന്ന കല്ലിന്റെ പതനം ഏത് തരം ചലനമാണ്? വക്രരേഖാ ചലനമാണ്. ഇനി ദോലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസിലേഷൻ. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനത്തെയാണ് ദോലനം എന്ന് പറയുന്നത്. ഉദാഹരണം, ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം എന്താണ്? ദോലനമാണ്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയുള്ള ചലനമാണ്. ഒരു ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ നീളം ഇരട്ടിയാക്കിയാൽ ക്ലോക്ക് മന്ദഗതിയിലാകും. അപ്പോൾ ഒരു ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ നീളം ഇരട്ടിയാക്കിയാൽ ക്ലോക്ക് എന്താകും? മന്ദഗതിയിൽ ആകും എന്ന് ഓർക്കുക. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ് പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത്. ക്ലോക്ക് നിർമ്മാണ കലയെ പറയുന്ന പേര് ഹോറോളജി എന്നാണ്. സമയം അളക്കുന്ന ശാസ്ത്രം ഹോറോളജി. അപ്പൊ ശ്രദ്ധിക്കുക, പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. ക്ലോക്ക് നിർമ്മാണ കലയുടെ പേരെന്താണ്? ഹോറോളജി എന്നാണ്. സമയം അളക്കുന്ന ശാസ്ത്രം ഹോറോളജി. ഇനി ഭ്രമണവും പരിക്രമണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഭ്രമണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൊട്ടേഷൻ ആണ്. പരിക്രമണം എന്ന് പറഞ്ഞാൽ റെവല്യൂഷനുമാണ്. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം, വസ്തുവിന് ഉള്ളിൽ തന്നെ വരുന്ന ചലനമാണ് ഭ്രമണം. അക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിസ്. അപ്പോൾ കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം, വസ്തുവിന് ഉള്ളിൽ തന്നെ വരുന്ന ചലനമാണ് ഭ്രമണം, റൊട്ടേഷൻ. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം, വസ്തുവിന് പുറത്ത് വരുന്ന ചലനം എന്താണ്? പരിക്രമണം അഥവാ റെവല്യൂഷൻ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം എന്ന് പറയുന്നത് പരിക്രമണമാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം പരിക്രമണം. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ വാർഷിക ചലനം പരിക്രമണം. ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ ചലനം ഭ്രമണവും ഉണ്ട്, പരിക്രമണവും ഉണ്ട്. അതൊന്ന് ഓർത്തു വെക്കുക. ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ ചലനം എന്ന് പറയുന്നത് പരിക്രമണ ചലനവും അതുപോലെ ഭ്രമണ ചലനവും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫാനിൻ്റെത് പരിക്രമണമാണ്. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ വാർഷിക ചലനം പരിക്രമണമാണ്. ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ ചലനം ഭ്രമണവും അതുപോലെ പരിക്രമണവും. ഇനി ഡിസ്റ്റൻസും സ്പീഡും, ദൂരവും വേഗതയാണ് നോക്കുന്നത്. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ഒരു വസ്തു എത്ര പാത സഞ്ചരിച്ചു, എത്ര പാത അത് കവർ ചെയ്തു, അതിന്റെ നീളമാണ് എന്ത്? ദൂരം എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് അതിന്റെ വേഗത. സ്പീഡ്, വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്നറിയാം, ദൂരം ബൈ സമയമാണെന്നറിയാം. ഒരു പ്രത്യേക ദിശയിലേക്ക് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ദിശ, അവിടെ ഒരു ദിശയുണ്ട് അല്ലെ, ദിശയിലേക്ക് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ്. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം അഥവാ വെലോസിറ്റി. അപ്പം യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം അഥവാ വെലോസിറ്റി. പ്രവേഗം എന്ന് പറയുന്ന സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ ടൈം. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗമാറ്റമാണ് ത്വരണം, ആക്സിലറേഷൻ. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗ മാറ്റമാണ്, വെലോസിറ്റി ചേഞ്ച് ആണ് എന്ത്? ത്വരണം അഥവാ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ത്വരണം എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ സമയമാണ്. അപ്പോൾ വേഗതയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ത്വരണത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വർത്തുള പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമവേഗതയിലാണെങ്കിലും അതിന്റെ ദിശ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം അഥവാ സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വർത്തുള പാതയിൽ സർക്കുലാർ മോഷനിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമവേഗതയിലാണെങ്കിലും അതിന്റെ ദിശ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. പ്രൊജക്ടൈൽ അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളെയാണ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളാണ് പ്രൊജക്ടൈലുകൾ. പ്രൊജക്ടൈലിന്റെ ഉദാഹരണമാണ് ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ. ഇതൊക്കെ നമ്മൾ ചരിച്ചാണ് വിക്ഷേപിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്രൊജക്ടൈലിന്റെ പാത ഏതാണ്? PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒരു പ്രൊജക്ടൈലിന്റെ പാതയാണ്
പാരബോള. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്ന കോണളവ് 45 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ് ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്നത്. അപ്പോൾ പ്രൊജക്ടൈലിനെ പറ്റി എന്തൊക്കെ ഓർക്കുക? അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളെയാണ് പ്രൊജക്ടൈലുകൾ എന്ന് പറയുന്നത്. പ്രൊജക്ടൈലിന് ഉദാഹരണമാണ് ജാവലിൻ ത്രോയും ഡിസ്കസ് ത്രോയും. ഒരു പ്രൊജക്ടൈലിന്റെ പാതയാണ് പാരബോള. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്ന കോണളവ് 45 ഡിഗ്രിയാണ്. ഇനി എന്താണ് മൊമെന്റം അഥവാ ആക്കം? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെയാണ് ആക്കം എന്ന് പറയുന്നത്. അപ്പൊ ആക്കം എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം. അപ്പോൾ ആക്കം P കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആക്കം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു പ്രവേഗം MV. അപ്പൊ മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആക്കത്തിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ പിണ്ഡം അഥവാ മാസ് എന്ന് പറയുന്നത് എമ്മും പ്രവേഗം അഥവാ വെലോസിറ്റി എന്ന് പറയുന്നത് വിയും ആയാൽ ആക്കം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു പ്രവേഗം യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി ആവേഗ ബലം അഥവാ ഇമ്പൾസീവ് ഫോഴ്സ്. കുറഞ്ഞ സമയം കൊണ്ട് പ്രയോഗിക്കപ്പെടുന്ന വലിയ ബലത്തെയാണ് ആവേഗ ബലം എന്ന് പറയുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് പ്രയോഗിക്കപ്പെടുന്ന വലിയ ബലം, അതാണ് ആവേഗ ബലം. അപ്പോൾ ആവേഗ ബലം ഇമ്പൾസീവ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ബലം ഇൻറ്റു സമയം ചെയ്താൽ മതി, ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പോൾ I എന്നതുകൊണ്ടാണ് ഇമ്പൾസീവ് ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. I ഈസ് ഈക്വൽ ടു F ഇൻറ്റു T. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ആവേഗ ബലം. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏതാണ്? ആവേഗ ബലമാണെന്ന് ഓർക്കുക. ഇനി ജഡത്വം അഥവാ ഇനേർഷ്യ. ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാപാതയിലോ സമചലനത്തിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം. അപ്പോൾ ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ നേർരേഖാപാതയിലൂടെയോ അല്ലെങ്കിൽ സമചലനത്തിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ആണ്. ചലന ജഡത്വത്തിന് ഉദാഹരണങ്ങൾ: സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നു, അത് ചലന ജഡത്വമാണ്. ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുൻപ് അല്പദൂരം ഓടുന്നത്. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം അട്ടിയായി അടുക്കിയ ക്യാരംസ് കോയിനുകളുടെ അട്ടി തെറ്റിക്കാതെ അടിയിലത്തെ കോയിൻ തെറിപ്പിക്കാൻ കഴിയുന്നത് നിശ്ചല ജഡത്വമാണ്. മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റു വീഴുന്നത്. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പുറകോട്ട് ചായുന്നത് എല്ലാം നിശ്ചല ജഡത്വത്തിന് ഉദാഹരണങ്ങളാണെന്ന് ഓർക്കുക. LDC മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ജൂലൈ 7th സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ജേതാവ് 90 days കോഴ്സ് ആണ്. കൂടാതെ 12th ലെവൽ മെയിൻസിനാണ് നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 100 days ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ദിശ എന്നാണ് പേര്. 8th ജൂലൈയിലാണ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പൊ എല്ലാ കോഴ്സുകളും ഒരു പാക്കേജ് ആയിട്ട് ഒറ്റ സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ഓക്കെ.